ഇനിയുള്ള സമരം എങ്ങനെയാണ്? ഒരു നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്. ഇത് എവിടെ നിന്നാലാണ് അവസാനിക്കുക? ഞങ്ങളൊരു അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലെ ആശാ വർക്കർമാർ ഇവിടെ പട്ടിണി കിടക്കാൻ പോവുകയാണ്. സർക്കാർ കാണട്ടെ, ഈ ഗവൺമെൻറ്റിന് ഇത്രയും 37 ദിവസമാകുമ്പോൾ പോലും അത് എന്താണ് നിങ്ങളുടെ ആവലാതികളെന്ന് ചോദിച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ പറയുന്ന ആശമാർക്ക് കൊടുക്കുന്നതിന് തടസ്സമില്ലെന്ന് പറയുന്നത്. പിന്നെ ആർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഗവൺമെൻറ്റും ഞങ്ങളും പറഞ്ഞാൽ എന്ത് വ്യത്യാസമാണുള്ളത്? അപ്പോൾ ഈ പിടിവാശിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എത്രയും വേഗം ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. 1000-ഓളം കണ്ടാലറിയുന്നവർക്കെതിരെ കഴിഞ്ഞ ദിവസം കേസ് എടുത്തിട്ടുണ്ട്. കോടതി അലക്ഷ്യ കേസുണ്ട്. ഈ കേസുകളേക്ക് നിങ്ങൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഞങ്ങളതും സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ആ കേസുകളെയും കാണുന്നത്. ഞങ്ങൾ എന്തുകൊണ്ട് സമരം ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഞങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തും. ഇവിടെ ഭരണകൂടം ഇടപെടണം. ഇവിടെ സർക്കാർ മാത്രമല്ല, ഭരണകൂടം ഇടപെടണം. ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടു കളക്ടർ വരണം. കാരണം 232 രൂപയ്ക്ക് ഈ സംസ്ഥാനത്ത് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ടെന്നുള്ളത് ഭരണകൂടം അറിയണം. ഭരണകൂടം ഇതിനകത്ത് ഇടപെടണം. കർശനമായ നടപടി ഇടപെടുന്നത് വരെ ഈ സമരം തുടരും. തീർച്ചയായിട്ടും തുടരും. പത്രങ്ങളിലൊക്കെ പ്രധാന വാർത്ത ആശാവർക്കർമാരുടേതാ. കണ്ടായിരുന്നോ? അതെ, കണ്ടായിരുന്നു. നോക്കിക്കൊണ്ടിരിക്കുക. അതെ എവിടെ നിന്ന് വരുക? ഞങ്ങള് പാറശാല കൊളത്തൂർ PHC എന്നാണ് വരുന്നത്. ചേച്ചി എവിടെ നിന്ന് വരുക? ഞാൻ പാലോട്. എങ്ങനെയുണ്ട് സമരം? സമരം നന്നായിട്ട് പോവാണ്. നിങ്ങളുടെയൊക്കെ ജീവിതം അത്രമേൽ ബുദ്ധിമുട്ടാണോ? ഞാൻ ജപ്തി നോട്ടീസിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയ കാര്യങ്ങൾ നേടിയിട്ടേ പോവുള്ളൂ. ഈ സമരം നടത്തുമ്പോൾ കേസുകൾ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പേടിയും ഭയമൊന്നുമില്ല? അതെല്ലാം സമരത്തിൻ്റെ ഭാഗമാണല്ലോ, പേടിയൊന്നും ഇല്ല. ട്രെയിനിങ് വെച്ച് ഞങ്ങളുടെ സമരത്തിൻ്റെ വീര്യം തകർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒട്ടും വീര്യം തകർന്നില്ല. ട്രെയിനിങ്ങിന് പകുതിയിലധികം ആൾക്കാർ പോലും പങ്കെടുത്തിട്ടില്ല. പിരിച്ചുവിടുകയോ മറ്റോ ചെയ്യുമോ? ഇല്ല, പിരിച്ചു വിടുമെന്നുള്ള ഭീഷണി മാത്രമേ. ഈ ഓലപ്പാമ്പ് കണ്ടെന്ന് ആശമാര് വിരളില്ല. രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നിരുന്നാലും ഇവിടെ നിന്ന് വിജയം കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന്. അതെ, പാറശാലയിലെ കുളത്തൂർ PHCയുടെ ആശാവർക്കറാണ്. അത്രയും സമരം ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. വിജയം ഞങ്ങളുടെ ആനുകൂല്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടണം. പിന്നെ മാസം തോറും 7000 രൂപ. സർക്കാർ ഇത് മൈൻഡ് ചെയ്തിരിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഞങ്ങൾക്ക് വളരെയധികം വിഷമം തോന്നുന്നു. അവരൊരു വനിതയാണോ എന്നുള്ള ഒരു സംശയം പോലും ഇപ്പോഴുണ്ട്. അത്രയ്ക്ക് മാത്രം അവർക്ക് കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല. എന്തോന്ന് പറയാനോ ഒന്നുമില്ല ഇനി അവരെ പറ്റി. നിങ്ങൾ ആവശ്യപ്പെടുമ്പോഴും അത് മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക്. എന്നാ വീട്ടിൽ പോവാം. വീട്ടിൽ പോവാം.